الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه الفائزين برضا الله أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ نجيناكم من آل فرعون يسومونكم سوء العذاب يذبحون أبناءكم ويستحيون نساءكم وفي ذلكم بلاء من ربكم عظيم. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ സംഭവിച്ച എല്ലാ അപരാധങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ശിഷ്ടജീവിതത്തിൽ അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കാനും അവസാനം മുഅ്മിനായി മരിക്കാനും അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കും നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ എല്ലാവർക്കും അല്ലാഹു സ്വർഗം പ്രദാനിക്കുമാറാകട്ടെ. രോഗികൾക്ക് അല്ലാഹു പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രയാസപ്പെടുന്ന മുഴുവൻ മനുഷ്യർക്കും ഫലസ്തീനുകൾ ഉൾപ്പെടെ എല്ലാവർക്കും അല്ലാഹു സമാധാനവും സന്തോഷവും പ്രദാനിക്കുമാറാകട്ടെ. പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ മലക്കുകളാൽ കബറടക്കപ്പെട്ട രണ്ട് പ്രവാചകന്മാരുണ്ട്. ഒന്ന് ആദം നബി അലൈഹിസ്സലാമാണ്. ആദം നബി അലൈഹിസ്സലാം മരണപ്പെട്ട സമയത്ത് സ്വർഗത്തിൽ നിന്നും മയ്യിത്ത് സംസ്കരണ സാധനങ്ങളുമായി എത്തി മലക്കുകളാണ് അദ്ദേഹത്തെ മയ്യിത്ത് സംസ്കരണം നടത്തിയത്. മറ്റൊന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. മൂസാ നബി അലൈഹിസ്സലാം 60,000 ചതുരശ്ര മൈൽ വിസ്തൃതമായ സീനായി മരുഭൂമിയിൽ മൗണ്ട് നീബോ എന്ന് പറയുന്ന ഒരു മലയുടെ മുകളിൽ നിന്ന് ബനു ഇസ്രായേലി സമൂഹത്തിനോട് തൗറാത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ റൂഹ് പിടിക്കാൻ വേണ്ടി മലക്കുൽ മൗത്ത് വരുന്നത്. മലക്കുൽ മൗത്ത് വന്ന സമയത്ത് മൂസാ അലൈഹിസ്സലാം ചോദിച്ചു, അഖാബിലൻ അം സായിറൻ, നീ എന്റെ റൂഹ് പിടിക്കാൻ വന്നതാണോ അതോ വെറുതെ സന്ദർശനത്തിന് വന്നതാണോ? അപ്പോൾ മലക്കുൽ മൗത്ത് പറഞ്ഞു, റൂഹ് പിടിക്കാൻ വേണ്ടി തന്നെ വന്നതാണ്. അപ്പോൾ മൂസാ അലൈഹിസ്സലാം ദേഷ്യപ്പെട്ട് മലക്കുൽ മൗത്തിനെ അടിച്ചു. വെറുതെ ഒരു അടിയല്ല, ആ അടികൊണ്ട് മലക്കുൽ മൗത്തിന്റെ കണ്ണിന് പോലും കേടുപാടുകൾ സംഭവിച്ചു. മലക്കുൽ മൗത്ത് നിരാശനായി അള്ളാഹുവിന്റെ അടുക്കലേക്ക് തിരിച്ചുപോയി. പടച്ചവനോട് പറഞ്ഞു, അള്ളാഹുവേ, മരിക്കാൻ ഇഷ്ടമില്ലാത്തൊരു മനുഷ്യന്റെ അടുക്കലേക്കാണോ നീ എന്നെ പറഞ്ഞു വിട്ടു? അപ്പോൾ അള്ളാഹു പറഞ്ഞു, എന്റെ മൂസയ്ക്ക് മരിക്കാൻ മടിയൊന്നുമില്ല. മൂസയ്ക്ക് എന്തോ പ്രശ്നമുണ്ട്, മൂസയുടെ പ്രശ്നം എന്താണെന്ന് നീ മനസ്സിലാക്കുക എന്ന് പറഞ്ഞ് മലക്കിനെ കണ്ണെല്ലാം ശരിയാക്കി കൊടുത്ത് തിരിച്ച് അള്ളാഹു വിടുന്നത്. മലക്കുൽ മൗത്ത് മൂസാ അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, മൂസ അപ്പോഴും നീബോ മലയുടെ മുകളിൽ തൗറാത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂസയോട് പറഞ്ഞു, ഒരു കാളയുടെ പുറത്ത് കൈ ഇങ്ങനെ വച്ചാൽ ആ കൈപ്പത്തിക്കടിയിൽ എത്ര രോമങ്ങളുണ്ടോ ഓരോ രോമത്തിനനുസരിച്ച് ഓരോ വർഷം വീതം നിനക്ക് വേണമെങ്കിൽ ആയുസ് തന്നേക്കാമെന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മൂസാ അലൈഹി സ്വലാം ചോദിച്ചു, അങ്ങനെ എനിക്ക് ആയുസ് കിട്ടിയാൽ അത് കഴിഞ്ഞ് പിന്നെ എന്തായിരിക്കും? പിന്നെ മരണം ഉണ്ടാകും. അപ്പൊ മൂസാ അലൈഹി സ്വലാം പറഞ്ഞു, എന്നാൽ എനിക്ക് ആയുസ് വേണ്ട, ഇപ്പോൾ തന്നെ എന്നെ പിടിച്ചു, ഞാൻ മരിക്കാൻ സന്നദ്ധനാണ്, പക്ഷെ എനിക്കൊരു ഡിമാൻഡ് ഉണ്ട്. എന്നെ ഖരിബിനി ഇലാ ബൈത്തുൽ മുഖദ്ദസി റംയത്ത ഹജരി, എന്നെ ഇവിടെ മരിപ്പിക്കരുത്. എന്നെ ബൈത്തുൽ മുഖദ്ദസിന്റെ അടുക്കിലേക്ക് ഒരു കല്ലെറിഞ്ഞാൽ ബൈത്തുൽ മുഖദ്ദസിൽ എത്തുന്നത്ര ദൂരത്തേക്ക് എന്നെ എത്തിക്കണം, അവിടെ വെച്ച് എന്നെ മരിപ്പിക്കണം. അതാണ് എന്റെ ആഗ്രഹം. കാരണം ഇവിടെ മരിച്ചാൽ മൂസാ നബി ഇവിടെ കബറടക്കപ്പെടണം. അള്ളാഹുവിന്റെ ഒരു നിയമമാണ്, പ്രവാചകന്മാർ എവിടെ മരിക്കുന്നു അവിടെ കബറടക്കണം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷാബിയുടെ വീട്ടിൽ കബറടക്കപ്പെട്ടത്. റസൂൽ മരിച്ച സ്ഥലം അവിടെയാണ്.
അപ്പൊ മൂസാ നബിയുടെ ആഗ്രഹം ബൈത്തുൽ മുഖദ്ദിസിനടുത്ത് ആ കഫീബുൻ അഹ്മർ, ഒരു ചുമന്ന കുന്നുണ്ട്, അവിടെ കബറടക്കണമെന്നാണ് മൂസാ നബിയുടെ ആഗ്രഹം. അതിനവിടെ മരിക്കണം. ഇപ്പൊ റൂഹ് പിടിച്ചാൽ ആഗ്രഹം നടക്കൂല. അങ്ങനെ മലക്കുകൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആ കഫീബുൽ അഹ്മർ, ആ ചുമന്ന കുന്നിലേക്ക് എത്തിച്ചു. അവിടെ വെച്ച് മലക്കുകൾ മൂസാ നബിക്ക് വേണ്ടി ഖബർ ഒരുക്കുകയാണ്. ഖബർ ഒരുങ്ങിക്കഴിഞ്ഞപ്പോ മൂസാ അലൈഹി ഇസ്ലാമിനോട് അസ്രായിൽ ചോദിച്ചു, മലക്കുൽ മൗത്ത് ചോദിച്ചു, എന്ന റൂഹ് പിടിക്കല്ലേ? അപ്പോൾ മൂസാ നബി പറഞ്ഞു, വേണ്ട, ഖബറിൽ എനിക്കൊന്ന് ഇറങ്ങിക്കിടക്കണം. ഖബറിൽ കിടന്നാൽ ഖബറിന്റെ തലഭാഗത്ത് കൂടി ജന്നത്തുൽ ഫിർദൗസ് കാണാൻ കഴിയുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അതെനിക്കൊന്ന് നോക്കണം. മൂസാ അലൈഹി ഇസ്ലാം ആ ഖബറിൽ ഇറങ്ങിക്കിടന്നു. ഖുദ്സിന്റെ ഭാഗത്തേക്ക് നോക്കി അദ്ദേഹം ഫിർദൗസ് കണ്ടു. കരക്ക് കയറിയിട്ട് പറഞ്ഞു, ഇനി എന്റെ റൂഹ് പിടിച്ചു. അങ്ങനെ റൂഹ് പിടിച്ചു. മലക്കുകൾ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആ ഖബറിൽ അവിടെ ഖബറടക്കപ്പെടുകയും ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഞാൻ ആ ചുമന്ന കുന്നിൽ പോയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അവിടെ ആയിരുന്നെങ്കിൽ ആ ഖബർ നിങ്ങളെ കാട്ടിത്തരുമായിരുന്നു. ഞാൻ എന്റെ ഇസ്രായിന്റെ യാത്രയിൽ മൂസയുടെ ഖബറിന്റെ അടുക്കൽ ചെന്നു. റഅയ്തു മൂസ യുസല്ലി ഫി ഖബരിഹി, മൂസ ഖബറിൽ നമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. പരിശുദ്ധമായ മുഹറം മാസത്തിലാണ് നാം ഉള്ളത്. മുഹറം എന്നുള്ളത് മൂസാ നബി അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ട മാസമാണ്. ബനു ഇസ്രായേലിന്റെ ചരിത്രം അയവിറക്കേണ്ട, ഓർമ്മിക്കേണ്ട മാസമാണ് പരിശുദ്ധമായ മുഹറം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബനു ഇസ്രായേലി സമൂഹത്തിന്റെ വിമോചകനാണ്. അള്ളാഹു കൊടുത്ത 4 കിതാബുകളിൽ ആദ്യത്തെ കിതാബ് ഏറ്റുവാങ്ങിയ ആള് മൂസാ നബി അലൈഹി ഇസ്ലാമാണ്. പരിശുദ്ധ ഖുർആൻ 136 സ്ഥലങ്ങളിലാണ് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെയും ബനൂ ഇസ്രായേലുകളുടെയും ചരിത്രം പറയുന്നത്. 34 സൂറത്തുകളിലായി 136 സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ പരിശുദ്ധ ഖുർആൻ ചർച്ച ചെയ്ത ചരിത്രം ബനൂ ഇസ്രായേലി ചരിത്രമാണ്. സൂറത്തുൽ ബഖറ, വിശുദ്ധ ഖുർആനിന്റെ ആദ്യത്തെ ചരിത്രവും ബനൂ ഇസ്രായേലികളുടെ ചരിത്രമാണ്. സൂറ അൽ ബഖറയുടെ ആമുഖങ്ങൾ കഴിഞ്ഞാൽ തുടങ്ങുന്നത് തന്നെ വഇദ നജ്ജയ്നാകും മിൻ ആലി ഫിർഔന യസൂമൂനകും സൂഅൽ അദാബി യുദബ്ബിഹൂന അബ്നാഅകും വയസ്തഹ്യൂന നിസാഅകും വഫീ ദാലികും ബലാഉം മിർ റബ്ബികും അലീം. ബനൂ ഇസ്രായേലി സമൂഹത്തിന് അല്ലാഹു ചെയ്ത അനുഗ്രഹങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് സൂറത്തുൽ ബഖറയുടെ ആദ്യത്തെ ചരിത്രം ഖുർആനിൽ ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ മുഹറം അത് ലോക വിമോചനത്തിന്റെ മാസമാണ്. വിമോചനം ആഗ്രഹിക്കുന്ന സമൂഹങ്ങൾക്കെല്ലാം ഉത്തേജനം നൽകുന്ന ഒരു മാസമാണ് പരിശുദ്ധമായ മുഹറം. കാരണം ഈ മുഹറത്തിൽ നമുക്ക് കൂട്ടിനുള്ളത് ബനീ ഇസ്രായേലുകളുടെ ചരിത്രവും അവരുടെ വിമോചകനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രവും. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് 2 മക്കളാണ്, ഇസ്മായിലും ഇസ്ഹാഖും. ഇസ്മായിൽ മക്കയിലാണ്, ഇസ്ഹാഖ് ഷാമിലാണ്, ഫലസ്തീനിലാണ്. ഇസ്ഹാഖിന്റെ മകനാണ് യാക്കൂബ്. യാക്കൂബിന്റെ പേരാണ് ഇസ്രായേൽ. അദ്ദേഹത്തെ ആളുകൾ ബഹുമാനിച്ചു വിളിച്ച പേരാണ് ഇസ്രായേൽ. ഇന്ന് നമ്മൾ ഇസ്രായേലിനെ കേൾക്കുമ്പോൾ ഏതാണ് ഇസ്രായേൽ? യാക്കൂബ് നബിയുടെ ഓമന പേരാണ് ഇസ്രായേൽ. അള്ളാഹുവിന്റെ അടിമ എന്നാണ് ആ വാക്കിനർത്ഥം. അതൊരു അറബിയുമല്ല. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ മകനാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാം. യാക്കൂബ് നബിയുടെ 12 മക്കളിൽ 11ാമനാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാം. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ തന്റെ സഹോദരങ്ങൾ പൊട്ടക്കിണറ്റിലെറിഞ്ഞു. പൊട്ടക്കിണറ്റിൽ നിന്നും യൂസുഫ് നബി അലൈഹി ഇസ്ലാം അടിമച്ചന്തയിലെത്തി. അടിമച്ചന്തയിൽ നിന്നും അന്നത്തെ ഈജിപ്തിന്റെ ഭരണാധികാരി വാങ്ങി കൊട്ടാരത്തിലെത്തിച്ചു. കൊട്ടാരത്തിൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാം വളർന്നു. പിൽക്കാലത്ത് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് ഈജിപ്റ്റ് എന്ന് പറയുന്ന ആ പുരാതനമായ രാജ്യത്തിന്റെ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യാനുള്ള അധികാരം കിട്ടി. അവിടുത്തെ ധനകാര്യ മന്ത്രിയായി യൂസുഫ് നബി അലൈഹി ഇസ്ലാം മാറി. അന്ന് ഷാമിൽ കൻആൻ പ്രദേശം, യൂസുഫ് നബിയുടെ വാപ്പയും സഹോദരങ്ങളും താമസിക്കുന്ന പ്രദേശത്തുണ്ടായ ദാരിദ്ര്യത്തിന്റെ പേരിൽ ഈജിപ്തിലേക്ക് ഭക്ഷണം വാങ്ങാൻ വേണ്ടി വന്ന തന്റെ സഹോദരങ്ങൾ 3-ാം വരവിൽ യൂസുഫിനെ തിരിച്ചറിയുന്നു.
അങ്ങനെ തങ്ങളുടെ ധനകാര്യമന്ത്രിയുടെ പിതാവിനെയും അനുജൻ ജ്യേഷ്ഠന്മാരെയും എല്ലാം ഈജിപ്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഈജിപ്തുകാരെ തീരുമാനിക്കുന്നു. വലിയ സ്വാഗതമോദി അവരെങ്ങനെ ഈജിപ്തിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെയാണ് യാക്കൂബ് നബിയുടെ 12 മക്കൾ ഈജിപ്തിലേക്ക് വരുന്നത്. അവരെയാണ് ബനീ ഇസ്രായേലികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. പിൽക്കാലത്ത് ഒരു പെറ്റുപെരുകി ലക്ഷക്കണക്കിന് മനുഷ്യന്മാരായി ഇസ്രായേൽ ഈജിപ്തിൽ മാറിക്കഴിഞ്ഞു. അന്ന് ഈജിപ്ത് ഭരിച്ചിരുന്ന ഫറോവ. ഈജിപ്തിന്റെ ഭരണാധികാരം 1000 കൊല്ലങ്ങളായിട്ട് ഫറോമാരുടെ കയ്യിലാണ്. അന്നത്തെ ഫറോവ നല്ലവനായിരുന്നു. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ ബഹുമാനിച്ചു, യൂസുഫ് നബിയുടെ കുടുംബക്കാരെ ബഹുമാനിച്ചു, ആദരവുകൾ ഏറ്റുവാങ്ങി അവർ അന്ന് ഈജിപ്തിൽ കഴിഞ്ഞു. പക്ഷേ യൂസുഫിന്റെ കാലം കഴിഞ്ഞു. യൂസുഫിന്റെ കാലശേഷം ഇവർക്കുള്ള ബഹുമതികൾ കുറഞ്ഞു വന്നു. ഇവർ യഥാർത്ഥ ഈജിപ്ഷ്യൻ നിവാസികളായ കിബത്തികളുടെ അടിമകളായി മാറി. ഇപ്പൊ 2 വിഭാഗം ആളുകളുണ്ട് ഈജിപ്തിൽ. ഒന്ന് കിബത്തികളാണ്, അതാ നാട്ടുകാരാണ്. മറ്റൊന്ന് ഇസ്രായേലരാണ്, അവര് കനാനിൽ നിന്നും ഷാമിൽ നിന്നും വന്ന വരത്തരാണ്. പിന്നീടുണ്ടായത് നാട്ടുകാരുടെ അടിമകളായിട്ട് ഇസ്രായേലികൾ മാറേണ്ടി വന്നു. അടിമകളെ പോലെ പണിയെടുപ്പിച്ചു. ഇന്ന് ഈജിപ്തിൽ ഉയർന്നു നിൽക്കുന്ന പിരമിഡുകളെല്ലാം അന്ന് ഇസ്രായേലി മക്കളെ കൊണ്ട് പണിയെടുപ്പിച്ചതാണ്. പലതും കഠിനമായ പണികൾ ചെയ്യേണ്ടി വന്നു. സ്ത്രീകളെ വെപ്പാട്ടികളാക്കി, കിബത്തികളുടെ വീടുകളിലെ വെപ്പാട്ടികളാക്കി വ്യഭിചാരത്തിന് വേണ്ടി ഉപയോഗിച്ചു യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ പേരമക്കളെ. ഫിറോന് പോലും 100 കണക്കിന് വെപ്പാട്ടികൾ ഉണ്ടായിരുന്നു. രാജാവിന് 100 കണക്കിന് വെപ്പാട്ടികൾ ഉണ്ടായിരുന്നു. 128 മക്കളുണ്ടായിരുന്നു എന്ന ചരിത്രം പറയുന്നു ഫിറോന്. 59 പെൺമക്കളും 69 ആൺമക്കളും ഉണ്ടായിരുന്നു ഫിറോനിന്. ഫിറോനിന്റെ ഒരു വെപ്പാട്ടിയായിരുന്നു ആസിയ റളിയല്ലാഹു തആല അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് സ്വർഗത്തിൽ 5 സ്ത്രീകളെ അല്ലാഹു കല്യാണം കഴിച്ചു തരും. അതിലൊരു സ്ത്രീ ആസിയ, മറ്റൊന്ന് മറിയമ. ഈ ആസിയ സത്യത്തിൽ കിബത്തിയായിരുന്നില്ല, ഇസ്രായേലിയായിരുന്നു. ഇസ്രായേലി പൗരനായ മുസാഹിമിന്റെ മകളായിരുന്നു ആസിയ. ഫിറോൻ സുന്ദരിയായ ആസിയ ബീവിയെ കൈക്കലാക്കി. തന്റെ ഇംഗിതത്തിനു വേണ്ടി ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. ആസിയ കന്യകയായിട്ടാണ് മരിച്ചു പോകുന്നത്. ഫിറോന്റെ പ്രധാന വിനോദം വ്യഭിചാരമായിരുന്നു. കരയിൽ വ്യഭിചരിച്ചു, കടലിലും വ്യഭിചരിച്ചുകൊണ്ട് കടലിലെ വ്യഭിചാരത്തിന് ചരിത്രത്തിൽ തുറക്കം കുടിച്ച ആളാണ് ഫിറോൻ. ഇന്നും ഈജിപ്തിൽ ചെന്നു നോക്കിയാൽ നൈൽ നദിയുടെ കുറുകെ, നൈൽ നദിയിലൂടെ ഓടി നടക്കുന്ന നൗകകൾ കാണാൻ കഴിയും. ഈ സഞ്ചരിക്കുന്ന നൗകകൾക്കുള്ളിൽ നടക്കുന്നത് പലപ്പോഴും ഇത്തരത്തിലുള്ള വൃത്തികേടുകളായിരിക്കും. ഈജിപ്ത് ഒരു പൗരാണിക രാജ്യമാണ്. പക്ഷേ ഫിറഔൻ തുടങ്ങി വെച്ച ആ വൃത്തികേടുകൾക്ക് ഇന്നും ചരിത്രം ഈജിപ്തിൽ സാക്ഷി. അങ്ങനെ ഈ ഫിറഔനിന്റെ കിരാതമായ മർദ്ദനത്തിൽ, കിബത്തികളുടെ കിരാതനമായ മർദ്ദനത്തിൽ ഇസ്രായേലി സമൂഹം കഴിഞ്ഞുകൂടുമ്പോൾ ഒരു മോചകനെ വേണ്ടി അവർ പ്രാർത്ഥിച്ചു, ഞങ്ങൾക്കൊരു മോചകനെ തരണമേ. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല ബനൂ ഇസ്രായേലുകളുടെ മോചനത്തിനായി ഈജിപ്തിലേക്ക് നിയോഗിച്ച പ്രവാചകനാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ചരിത്രം നമുക്കറിയാം. മൂസാ നബിയെ മാതാവ് പ്രസവിച്ച ഉടനെ നൈൽ നദിയുടെ ഓളങ്ങളിലേക്ക് പെട്ടിയിലാക്കി ഇടുന്നുണ്ട്. പിന്നെ ഫിറഔന്റെ കൊട്ടാരത്തിലെത്തുന്നുണ്ട്. കൊട്ടാരത്തിൽ 30 വർഷം വളരുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം ഒരു കൊലപാതകം നടത്തി മദിയനിലേക്ക് നാടുവിട്ടുപോയി ശുഐബ് നബി അലൈഹി സ്വലാമിന്റെ മകളെ കല്യാണം കഴിച്ചു. 10 വർഷം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ഒരു കുട്ടിയുണ്ട്, ജുർഷൂം എന്ന് പറയുന്ന ഒരു മകനുണ്ട്. ഭാര്യ ഗർഭിണിയാണ് 2ാമത്തെ കുട്ടിക്ക് വേണ്ടി. അവിടെയാണ് തുവ എന്ന് പറയുന്ന വാദി മലഞ്ചേരിയിൽ വെച്ചുകൊണ്ട് BC 1487 മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നുബുവത്ത് കിട്ടുന്നത്. തുവ ചുവട്ടിൽ വെച്ചുകൊണ്ട് ഖുർആൻ സൂറത്തു ത്വാഹ വിശദമായ സംഭവം വിവരിക്കുന്നു. നുബുവത്തും ഏറ്റുവാങ്ങിക്കൊണ്ട് തന്റെ സഹോദരനെയും പ്രവാചകനാക്കണമെന്ന അപേക്ഷ അള്ളാഹു സ്വീകരിച്ചു. രണ്ടുപേരും കൂടി ഈജിപ്തിലേക്ക് വരികയാണ്. ഈജിപ്തിൽ അന്ന് 40 വർഷക്കാലം ഫിറൗനുമായി മൂസാ നബി മല്ലിട്ടു. ഫിറൗനോട് പറഞ്ഞു, നീ മുസ്ലിമാകണം, എന്റെ വഴി വരണം. അതിന് കഴിയില്ലെങ്കിൽ നിങ്ങൾ അടിമപ്പണി ചെയ്യിപ്പിക്കുന്ന ഈ ബനൂ ഇസ്രായേലുകൾ എന്റെ ഉപ്പാപ്പയുടെ മക്കളാണ്, അവരൊന്ന് വിട്ടുതരണം, അവരെ മോചിപ്പിക്കണം, അവരുടെ മോചകനാണ് ഞാൻ. 40 വർഷം ഈജിപ്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഹാറൂൻ അലൈഹി സ്വലാമും തന്റെ ദൗത്യം നിർവഹിച്ചു. ഫിറൗനോട് മല്ലിട്ടു. ഫിറൗൻ അനുസരിച്ചില്ല. അവസാനം ഇസ്രായേലി സമൂഹവുമായിട്ട് മൂസാ നബി അലൈഹി സ്വലാം നാടുവിടുകയാണ്. പുറപ്പാട് എന്ന പേരിൽ ബൈബിൾ ഈ സംഭവം ഇതേപോലെ ഉദ്ധരിക്കുന്നുണ്ട്. 16 ലക്ഷം അനുയായികൾ ഉണ്ടായിരുന്നു അന്ന് ഇസ്രായേലി സമൂഹം. പെറ്റുപെരുകി. ഒരു രാത്രി ഫിറൗന്റെ പട്ടാളം അറിയാതെ മൂസാ നബി അലൈഹി സ്വലാം ബനൂ ഇസ്രായേലുകളുമായിട്ട് നാടുവിടാൻ തീരുമാനിച്ചു. സത്യത്തിൽ അവർ കടക്കാൻ വേണ്ടി വന്നത്
സീനായി മരുഭൂമിയിലേക്ക് കടക്കാനാണ്. ചെങ്കടലിന്റെ സൂയസ് ഉൾക്കടലിലൂടെ, ചെങ്കടലിന് 2 ഉൾക്കടലുണ്ട്, അക്കബ ഉൾക്കടലും സൂയസ് ഉൾക്കടലും. സൂയസ് ഉൾക്കടൽ കടന്നാൽ ഉടനെ, ആ മുനമ്പിലൂടെ കടന്നാൽ ഉടനെ സീനായി മരുഭൂമിയാണ്. 60,000 ചതുരശ്ര മൈൽ വിസ്തൃതമുള്ള സീനായി മരുഭൂമിയിൽ ഫിരൗൻ അധികാരമില്ല. ഫിരൗൻ അധികാരമുള്ള ഈജിപ്തിൽ നിന്നും സീനായി മരുഭൂമിയിലേക്ക് ഈ ലക്ഷക്കണക്കായി ഇസ്രായേലി സമൂഹത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം രാത്രി പോവുകയാണ്. മൂസാ നബി പിന്നിലാണ്, ഇസ്രായേലികൾ മുന്നിലാണ്. മൂസാ നബി പിന്നിൽ നടക്കാൻ കാരണം ഫിരൗൻ പുറകെ വന്നാൽ അവനെ തടയാൻ വേണ്ടിയാണ്. പക്ഷേ മുന്നിൽ പോയ ആളുകൾ വഴിതെറ്റി. വഴിതെറ്റിപ്പോയി അവരെത്തിപ്പെട്ടത് സൂയസ്, ഈ കടലിടുക്കിന്റെ 14 കിലോമീറ്റർ വീതിയുള്ള ഒരു പ്രദേശത്തെ എത്തിച്ചിരുന്നു. കടലിന്റെ മുന്നിലാണ്. കടലെടുക്കാൻ വേണ്ടി വന്നതല്ലവര്, പക്ഷെ കടലിന്റെ മുന്നിലെത്തി. ഫിരൗൻ തൊട്ടു പിന്നിലെത്തി. ഫിരൗനും അവന്റെ സൈന്യവും തൊട്ടു പിന്നിലെത്തി. അവിടെ വച്ചാണ് മൂസാ നബിയുടെ അനുയായികൾ പറഞ്ഞത്, ബനൂ ഇസ്രായേലുകൾ പറഞ്ഞത്, ഖാല അസ്ഹാബു മൂസ ഇന്നാ ലമുദ്റകൂൻ. മൂസ, നമ്മൾ പിടിക്കപ്പെട്ടല്ലോ, നമ്മൾ ഫിരൗനെ കാണാതെ ഒളിച്ചോടി, പക്ഷേ ഫിരൗൻ നമ്മുടെ പിന്നിലെത്തി, ഫിരൗന്റെ മുന്നിലെത്തിക്കഴിഞ്ഞു. ഇന്നാ ലമുദ്റകൂൻ, പെട്ടുപോയല്ലോ മൂസ. അവിടെയാണ് മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞത്, കല്ലാ, ഇല്ല, ഇന്ന മഈ റബ്ബി, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, സയഹ്ദീൻ, അവനൊരു വഴി കാണിച്ചു തരും. മുന്നിൽ കടലാണ്, പിന്നിൽ ചെകുത്താനാണ്, ഫിരൗനാണ്, പക്ഷേ റബ്ബ് എന്റെ കൂടെയുണ്ട്, അവനൊരു വഴി കാണിച്ചു തരും. അവിടെയാണ് പറയുന്നത്, അള്ളാഹു മൂസാ നബിയോട് വഹി അറിയിച്ചു, നിന്റെ കയ്യിലിരിക്കുന്ന വടി കൊണ്ട് ചെങ്കടലിലേക്കൊന്ന് അടിക്കുക. ചെങ്കടലിൽ മൂസാ അലൈഹി സ്വലാം അടിച്ചു. ചെങ്കടൽ പിളർന്നു. 14 കിലോമീറ്റർ വീതിയുള്ള ആ ഭാഗം പിളർന്നു കൊടുത്തു. ബനൂ ഇസ്രായേലി സമൂഹം അതിലൂടെ ഇറങ്ങി. ലക്ഷക്കണക്കായ മനുഷ്യന്മാർ മറുകരയിലെത്തി, സീനായി മരുഭൂമിയിലെത്തി. ഫിരൗൻ, അവന് പേടി തോന്നിയെങ്കിലും പട്ടാളക്കാരെ ഇങ്ങോട്ട് ഇറക്കാൻ വേണ്ടി ധീരത കാണിച്ചു. ഫിരൗനും അവന്റെ പട്ടാളക്കാരും ചെങ്കടലിലേക്ക് ഇറങ്ങി. കടല് കൂടി. ആ സമുദ്രത്തിൽ ഫിരൗനും അവന്റെ ലക്ഷക്കണക്കായ പട്ടാളക്കാരും ചത്തൊടുങ്ങി. ബനൂ ഇസ്രായേലുകൾ മൂസാ നബിയും സീനായി മരുഭൂമിയിലെത്തി, അക്കരെത്തി. അവര് നോക്കി നിൽക്കുകയാണ്. ഖുർആൻ ആ സംഭവം വിവരിക്കുന്നത് എങ്ങനെയാണ്? വഅഗ്റഖ്നാ അല ഫിറൗന വഅൻതും തൻദുറൂൻ. നിങ്ങൾ നോക്കി നിൽക്കുകയല്ലേ ഞാൻ ഫിറൗനെ മുക്കിയത്. ഇവരോട് മൂസാ അലൈഹി സ്വലാം പറഞ്ഞു, ഫിറൗൻ ചത്തു. ഇവർ പറഞ്ഞു, ഫിറൗൻ ചാവൂല. ഈ ഇസ്രായേലികൾ പറഞ്ഞു മൂസയോട്, ഫിറൗൻ മരിക്കുന്നയാളല്ല, ഫിറൗൻ മരണമില്ലാത്തവനാണ്. അതുകൊണ്ട് ഫിറൗൻ മരിച്ചു എന്ന് നീ പറയുന്നത് ശരിയാണെങ്കിൽ ഞങ്ങൾക്കൊന്ന് അവന്റെ ജഡം കാണിച്ചു തരണം. മൂസാ നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചു. 3 ദിവസം കഴിഞ്ഞ് ചെങ്കടലിൽ ഫിറൗന്റെ ജഡം പൊങ്ങി കാണിച്ചു കൊടുത്തു. ആ കിടക്കുന്നു ഫിറൗൻ. ഫിറൗൻ ചത്തു, അവന്റെ അനുയായികളും ചത്തു. മൂസാ നബി അലൈഹി സ്വലാം ഈ സമൂഹവുമായിട്ട് സീനായി മരുഭൂമിയിലേക്ക് കടന്നു. സീനായി മരുഭൂമിയിൽ കടന്നു. പക്ഷെ അവിടെ വച്ച് ഈ സമൂഹം ചെയ്ത നന്ദികേടുകൾ വിശുദ്ധ ഖുർആൻ എണ്ണി പറയുന്നുണ്ട്. ഈ ചരിത്രം പഠിച്ചാൽ, സൂറ അൽ ബഖറയിലെ ഇസ്രായേലി സമൂഹത്തിന്റെ ചരിത്രം പഠിച്ചാൽ, ലോകത്ത് ഇതേപോലെ നന്ദി കെട്ടൊരു സമൂഹം ഉണ്ടായിട്ടില്ല നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പടച്ച തമ്പുരാൻ ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ ചെയ്തിട്ട് അള്ളാഹുവിനോട് ഇത്രയും നന്ദി കെട്ടൊരു വർഗം ലോകത്ത് വേറെ ഉണ്ടായിട്ടില്ല. ഇന്നിപ്പോ ഇസ്രായേലുകൾ ഫലസ്തീനികളോട് കാണിക്കുന്ന കടമ നമുക്ക് അത്ഭുതമൊന്നും തോന്നണ്ട. ഇവരിൽ നിന്ന് ഇതേ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. ലോകം കണ്ട 3ാമത്തെ മനുഷ്യരാണ് മൂസാ അലൈഹി സ്വലാം. 1 മുഹമ്മദ് നബി, 2 ഇബ്രാഹിം നബി, 3 മൂസാ നബി. ലോകത്തെ 3ാമത്തെ ശ്രേഷ്ഠനായ മനുഷ്യൻ. ആ മനുഷ്യനെയാണ് അള്ളാഹു ഇവർക്ക് കൊടുത്തത് വിമോചകനായിട്ട്. ആ മനുഷ്യൻ 40 കൊല്ലക്കാലം സീനായി മരുഭൂമിയിൽ ഇവരോട് തൗറാത്ത് വായിച്ചു കൊടുത്തു. 40 കൊല്ലം ഇവരെ നന്നാക്കാൻ ശ്രമിച്ചിട്ട് ഇവര് നന്നായിട്ടില്ല. ഇവര് നന്നാകാൻ പോകുന്ന വർഗവുമല്ല. ഇവരോട് നമുക്ക് യുദ്ധം ചെയ്യാനുള്ളതാണ് അവസാനം. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ജൂതന്മാരോട് മുസ്ലിമീങ്ങൾ യുദ്ധം ചെയ്യാതെ ലോകം അവസാനിക്കില്ല. അന്ന് ജൂതൻ മരത്തിന്റെ ചുവട്ടിൽ, കല്ലിന്റെ ചുവട്ടിൽ ഒളിച്ചിരിക്കും, മുസ്ലിമീങ്ങളാൽ കൊല്ലപ്പെടാതിരിക്കാൻ വേണ്ടി. പക്ഷേ ജൂതൻ ഒളിച്ചിരിക്കുന്ന കല്ലും മരവും വിളിച്ചു പറയും, മുസ്ലിം, എന്റെ പിന്നിൽ ഒരു ജൂതൻ ഒളിച്ചിരിപ്പുണ്ട്, വരിക, അവനെ കൊല്ലുക എന്ന് കല്ലും മരവും വിളിച്ചു പറയുന്ന ഒരു കാലം വരുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ജൂതനെ കൊല്ലപ്പെടാനുള്ളതാണ് ഇതേ രീതിയിൽ. ജൂതൻ നന്ദികേട് ചെയ്തിട്ടുള്ളൂ. ഇസ്രായേലി സമൂഹത്തിന്റെ ചരിത്രം പഠിച്ചാൽ നമുക്കത് മനസ്സിലാകും. ഇത്രയും വലിയ അത്ഭുതം മൂസാ നബി അവരെ കാണിച്ചു കൊടുത്തു. ചെങ്കടലിൽ പിളർത്തി അവരെ രക്ഷപ്പെടുത്തി സീനായി മരുഭൂമിയിൽ എത്തിച്ചിട്ട് അപ്പോൾ അവർ പറഞ്ഞു, മൂസാ നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു തൗറാത്ത് കൊടുക്കാൻ വേണ്ടി വിളിച്ചു. തൂറുമലയിലേക്ക്, സമുദ്രനിരപ്പിൽ നിന്നും 7359 അടി ഉയരത്തിലുള്ളതാണ് തൂറുമല. ഈ തൂറുമലയിലേക്ക് തൗറാത്ത് വാങ്ങാൻ വേണ്ടി മൂസാ അലൈഹി ഇസ്ലാം പോയി. 30 ദിവസം കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞാ പോയത്. ഇവരുടെ കാര്യം ഹാറൂൻ നബീനെ ഏൽപ്പിച്ചു, നോക്കിക്കൊള്ളണം, ഞാൻ വരുന്നതുവരെ.
മൂസാ നബി 30 ദിവസം കഴിഞ്ഞ് വന്നില്ല. അപ്പൊ ഒരുവര് പറഞ്ഞു, മൂസ മരിച്ചു പോയിട്ടുണ്ടാകും, ഇനിയിപ്പോ നമുക്ക് ദൈവം ഇല്ലല്ലോ. ഈജിപ്തിൽ വെച്ച് നമുക്ക് ദൈവം ഉണ്ടായിരുന്നു, പശുക്കൾ നമ്മുടെ ദൈവമായിരുന്നു, ധാരാളം ദൈവങ്ങൾ നമുക്കുണ്ടായിരുന്നു. മൂസ പോയി, മൂസ മരിച്ചിട്ടുണ്ടാകും, ഇനി നമുക്ക് ദൈവമില്ല, അതുകൊണ്ട് നമുക്ക് ദൈവം വേണം. അവിടെയാണ് സാമിരി എന്ന് പറയുന്ന മനുഷ്യൻ അവർക്ക് വേണ്ടി ഒരു പശുക്കുട്ടീനെ ഉണ്ടാക്കി കൊടുത്തു. ഒരു മോൾഡ് പാറക്കല്ലിൽ ഉണ്ടാക്കിയിട്ട് അതിന്റെ പുറത്ത് സ്വർണം പൊതിഞ്ഞു കൊടുത്തു. ഇന്നും ഇസ്രായേലിൽ ആ പശുക്കുട്ടിയുടെ ആ രൂപം സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. സാമിരി ഉണ്ടാക്കി കൊടുത്ത പശുക്കുട്ടി. മൂസാ നബി തിരിച്ചു വരുമ്പോ കാണുന്ന രംഗം, അള്ളാഹു മാത്രമേ ഇലാഹുള്ളൂ എന്ന് പഠിപ്പിച്ചു കൊടുത്ത കൗമ് മൂസാ നബി തൗറാത്ത് വാങ്ങാൻ വേണ്ടി പോയിട്ട് തിരിച്ചു വരുമ്പോ കാണുന്ന രംഗം പശുക്കുട്ടിയുടെ ചുറ്റും തവാഫിയാണ്. പശുക്കുട്ടിയെ ആരാധിക്കുന്ന രംഗമാണ് കാണുന്നത്. മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഇന്നക്കും കൗമുൻ തജ്ഹലൂൻ, നിങ്ങൾ ജാഹിലീങ്ങളാണ് മനുഷ്യർ. ഒരു പ്രവാചകൻ തന്റെ സമുദായത്തെ ജാഹിലീങ്ങളെന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് മൂസാ നബിയാണ്. മൂസാ നബി ഇവർക്ക് കൊടുത്ത ടൈറ്റില് ജാഹിലീങ്ങളെന്നാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ അനുയായികൾ കൊടുത്ത പേര് കന്നുജൂം, നക്ഷത്ര തുല്യരെന്നാണ്. ഇവര് പശുക്കുട്ടി ആരാധിച്ചു. എന്തെല്ലാം അദബകേടുകളാണ് അവരെ കാണിച്ചത്. അവർക്ക് അള്ളാഹു എത്ര അനുഗ്രഹങ്ങളാണ് ചെയ്തു കൊടുത്തത്. ഒരു പണിയില്ല. അവരോട് മൂസാ നബി പറഞ്ഞത്, നിങ്ങൾ പണിക്കൊന്നും പോകണ്ട, നിങ്ങൾ തൗറാത്ത് പഠിച്ചാൽ മതി, ഭക്ഷണത്തിന് വേണ്ടി നിങ്ങൾക്ക് അള്ളാഹു മഞ്ഞ് സെൽവ തരുന്നുണ്ട്. കട്ടിത്തേനും കാടപ്പക്ഷിയുടെ മാംസവും. എല്ലാ ദിവസവും രാവിലെ എഴുന്നേക്കും കാടപ്പക്ഷി ഉണ്ടാവും, അതിനെ ഭക്ഷണമായിട്ട് കഴിക്കുക. കട്ടിത്തേനുണ്ടാവും, അത് കുടിക്കുക. ലോകത്തെ ഏറ്റവും നല്ല ഭക്ഷണം 40 കൊല്ലം അവർക്ക് തിന്നാൻ കൊടുത്തു അല്ലാഹു. ഒരു പണിയും ചെയ്യണ്ട, നിങ്ങൾ ചെയ്യേണ്ട പണി തൗറാത്ത് പഠിച്ച് നന്നായാൽ മതി. എന്നെ അള്ളാഹ് നിയമിച്ചിരിക്കുന്ന അതിനാണ്. നിങ്ങളെ നന്നാക്കിയിട്ട് വേണം എനിക്ക് നിങ്ങളെ ഫലസ്തീനിലേക്ക് കൊണ്ടുപോകാൻ. മൂസാ നബിയുടെ ലക്ഷ്യം അതാണ്, ഇവരുമായിട്ട് ഫലസ്തീനിലെത്തണം. അതിനുവേണ്ടിയാണ് മൂസാ അലൈഹി സ്വലാം ഇവർ ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവർ നന്നാകുന്നില്ല. അതുകൊണ്ടാണ് മൂസാ നബി അലൈഹി സ്വലാം നീബോ മലയിൽ പ്രസംഗിക്കാൻ വേണ്ടി നിന്നപ്പോ റൂഹ് പിടിക്കാൻ വേണ്ടി മലക്കിനെ അടിച്ചത്. ഇവിടെ മരിക്കാൻ കഴിയില്ല, ഞാൻ വന്നത് ഫലസ്തീനിലേക്ക് പോകാനാണ്. ഇവരെയും കൂട്ടി ഇവര് നന്നാകുന്ന ലക്ഷണമില്ല. എന്റെ ആയുസ് തീരുകയും ചെയ്യാണ്. എന്നാൽ എനിക്ക് ഇവിടെ മരിക്കാൻ കഴിയില്ല, എനിക്കവിടെ മരിക്കണം. ഇങ്ങനെ കട്ടിത്തേനും കാടപ്പക്ഷിയുടെ മാംസവും തിന്ന് തൗറാത്ത് പഠിച്ച് ജീവിക്കാൻ പറഞ്ഞ സമൂഹം അള്ളാഹുവിനോട് എതിര് ചെയ്യുന്നു. അവരിങ്ങനെ നടക്കുമ്പോ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ഒരു വിഭാഗത്തെ കണ്ടു. മൂസാ നബിയോട് അവർ പറഞ്ഞു, ഇജ്അല്ലനാ ഇലാഹൻ കമാലഹും ആലിഹ. മൂസ, എത്ര നല്ല ദൈവങ്ങളാണ് അവർക്കുള്ളത്, ഞങ്ങൾക്കും ആരാധിക്കാൻ ഒരു ദൈവത്തെ തരൂ, ഒരു വിഗ്രഹത്തെ തരൂ. അള്ളാഹു അല്ലാതെ ആരാധനയില്ല എന്ന് പഠിപ്പിക്കാനാണ് മൂസാ നബി വന്നത്. ആ മൂസാ നബിയോട് അവർ ആവശ്യപ്പെടുന്നത് ഞങ്ങൾക്ക് വിഗ്രഹം വേണമെന്നാണ്, ആരാധിക്കാൻ. ഈ നന്ദി കെട്ട സമൂഹം അവരവസാനം പറഞ്ഞു, മൂസ, നീ എപ്പോഴും അള്ളാനെ കാണാൻ വേണ്ടി പോണ്ടല്ലോ, ഞങ്ങൾ അള്ളാനെ കണ്ടിട്ടില്ലല്ലോ, കാണാത്ത അള്ളാനെ ഞങ്ങൾ എങ്ങനെ ആരാധിക്കുക? അരിനല്ലാഹ ജഹ്റത്ത്, നീ കണ്ടതുപോലെ പരസ്യമായി ഞങ്ങൾക്ക് അള്ളാനെ ഒന്ന് കാണിച്ചു തരണം, എന്നാ നിന്റെ അള്ളാഹിൽ വിശ്വസിക്കാം. അരിനല്ലാഹ ജഹ്റ, പടച്ചോനെ പരസ്യമായി കാണിച്ചു തരണം. ഇത് ചരിത്രത്തിലൊരു സമൂഹം ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഇസ്രായേലി സമൂഹം മാത്രമേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അതിന് ശിക്ഷയായി പടച്ചോൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ആ ചോദിച്ചത് വലിയ തെറ്റാണ്, നിങ്ങൾ കൊല്ലണം. പശുക്കുട്ടി ആരാധിച്ച ആളുകളെ ആരാധിക്കാത്തവർ കൊല്ലണമെന്ന് പറഞ്ഞു. 70,000 ആളുകളെ ഒറ്റ ദിവസം കൊണ്ട് കൊല്ലപ്പെട്ടു അവിടെ. അതിന്റെ തൗബി അതായിരുന്നു. അള്ളാഹിനെ കാണണമെന്ന് പറഞ്ഞു. പിന്നെ അവർ പറഞ്ഞു, മൂസ, നീ ഇടയ്ക്കിടയ്ക്ക് വഹി കേൾക്കാൻ വേണ്ടി പോണ്ടല്ലോ, അള്ളാഹിനെ കാണണ്ട, പക്ഷെ അള്ളാഹുടെ സംസാരം ഒന്ന് കേൾപ്പിച്ചു തരണം, എന്നാലേ നീ പറയുന്നത് വിശ്വസിക്കാൻ പറ്റുള്ളൂ. നീ പറയുന്ന അള്ളാഹു പറയുന്നതാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെടണമെങ്കിൽ ആ സംസാരം ഒന്ന് കേൾപ്പിച്ചു തരണം. മൂസാ നബി പടച്ചോണ്ട് പറഞ്ഞു, അള്ളാഹുവേ, ഈ കൗമ എങ്ങനെയാ പറഞ്ഞത്, കുറച്ചു പേരെങ്കിലും ഒന്ന് കേൾപ്പിച്ചു കൊടുക്കാമെന്ന് ചോദിച്ചു. അപ്പൊ അള്ളാഹു തആല പറഞ്ഞു, ഒരു 70 പേരെ കേൾപ്പിച്ചു കൊടുക്കാം. 70 നല്ല ആൾക്കാരെ തെരഞ്ഞെടുത്തുകൊണ്ട് ഇങ്ങോട്ട് പോരാൻ പറഞ്ഞു, തൂറിലേക്ക് പോരാൻ പറഞ്ഞു. 70 പേരുമായിട്ട് മൂസാ നബി അലൈഹി സ്വലാം പോയി. ഒരു മറയ്ക്കപ്പുറത്ത് പടച്ചാമ്പുരാൻ മൂസാ അലൈഹി സ്വലാമുമായി സംസാരിച്ചു. ആ വഹി ഇവരെ കേൾപ്പിച്ചു കൊടുത്തു 70 പേര്. ഇവരത് കേട്ട് മടങ്ങി സീനായി മരുഭൂമിയിലെത്തി. മൂസാ നബി ആ കേട്ട വഹി ജനങ്ങളോട് പറയാൻ വേണ്ടി എഴുന്നേറ്റ് പറയാൻ തുടങ്ങിയപ്പോ ഒരാൾ എണീറ്റ് പറഞ്ഞു, അങ്ങനെയല്ല അള്ളാഹ് പറഞ്ഞത്, ഞാനും കേട്ടതാണ്. അടുത്ത വചനം പറയുന്ന വേറെ ആൾ എഴുന്നേറ്റും അള്ളാഹ് പറഞ്ഞത് അങ്ങനെയല്ല, ഞാനും കേട്ടതാണ്. സത്യത്തിൽ മൂസാ നബിക്ക് ആ വഹി ജനങ്ങളോട് പറയാൻ പറ്റി. അങ്ങനെ നന്ദികേട് കാണിച്ചു. ഇങ്ങനെ സീനായി മരുഭൂമിയിൽ അവർ ചെയ്തു കൂട്ടിയ അതിക്രമങ്ങളും അള്ളാഹു അവർക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളും സൂറത്തുൽ ബഖറ എണ്ണി പറയുന്നുണ്ട്. എന്നിട്ടും ഇവർ ധിക്കാരം ചെയ്തു. 40 വർഷക്കാലം അവർ സീനായി മരുഭൂമിയിലൂടെ ചുറ്റിക്കറങ്ങി. സത്യത്തിൽ ഇവർ വന്നത് എന്തിനാ? ഫലസ്തീനിലേക്ക് പോകാൻ വേണ്ടി വന്നതാണ്. പക്ഷേ ഫലസ്തീനിലേക്ക് അള്ളാഹു ഇവരെ വിട്ടില്ല. യതീഹൂന ഫിൽ അർളി 40 സന,
40 കൊല്ലം സീനായി മരുഭൂമിയിലൂടെ ചുറ്റിക്കറങ്ങി. രാവിലെ എങ്ങനെ പോകും? എങ്ങോട്ട്? ഫലസ്തീനിലേക്ക് പോകും. വൈകുന്നേരം പോയ എവിടെയാണ് അവിടെ എത്തിയിട്ടുണ്ടാവും. ഫലസ്തീനിലെത്തൂല. 40 കൊല്ലം ഒരു ചുറ്റിക്കറങ്ങി മൂസാ നബി അലൈഹി സ്വലാം മരിച്ചുപോയി. ഇവർക്ക് മൂസാ നബിയുടെ ജീവിതകാലത്ത് ഫലസ്തീനിൽ കയറാൻ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? ഇവർ ഫലസ്തീനിന്റെ അവകാശികളല്ല. ജെറൂസലം ജൂതന്മാർക്ക് അവകാശപ്പെട്ടതല്ല. ആണെങ്കിൽ മൂസാ നബി എന്ന് പറയുന്ന അവരുടെ യഥാർത്ഥ പ്രവാചകൻ അവരെ അവിടെ പ്രവേശിപ്പിക്കണമായിരുന്നു. ആ മൂസാ നബി അവരെ അവിടെ പ്രവേശിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ഫലസ്തീനിന്റെ 1 ഇഞ്ച് മണ്ണ് പോലും ജൂതർക്ക് അവകാശപ്പെട്ടതല്ല. അത് ജൂതന്റെ മണ്ണല്ല. ജൂതൻ നിന്ന് അതിക്രമിച്ച് കയറിയതാണ്. 948 സ്ഥാപിക്കപ്പെട്ട ജൂതരാഷ്ട്രം അത് അനധികൃത രാഷ്ട്രമാണ്. അത് ഫലസ്തീനിന്റെ മണ്ണ് ഫലസ്തീനികളുടേതാണ്. ഒരിക്കലും അത് ജൂതൻ അവകാശപ്പെട്ടതല്ല. അത് ഈ ചരിത്രം പഠിച്ചാലേ മനസ്സിലാകൂ. സഹോദരങ്ങളെ, ഇന്ന് ഈ ചരിത്രം നമ്മുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഇന്ത്യൻ സാഹചര്യത്തിലേക്ക് നമ്മളൊന്ന് വരിക. ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യവും അന്നത്തെ BC 1600 ഈജിപ്തിന്റെ സാഹചര്യം, അല്ലെങ്കിൽ ബനി ഇസ്രായേലികളുടെ ചരിത്രവും ഏകദേശം തുല്യമാണ്. കാരണം അന്ന് അവിടെ ഉണ്ടായിരുന്ന മുദ്രാവാക്യം ഏതാണോ അതേ മുദ്രാവാക്യമാണ് ഇന്ത്യയിലും ഒന്ന് മുഴക്കപ്പെടുന്നത്. മുദ്രാവാക്യം ഒന്നാണ്, രാജ്യത്തിന്റെ താല്പര്യം ഒന്നാണ്. അന്ന് ഫിറൗനിന്റെ താല്പര്യം എന്തായിരുന്നോ അതേ താല്പര്യമാണ് ഇന്ന് ഇവിടുത്തെ ഭരണകൂടവും. അന്ന് അവരുടെ ഭരണകൂടത്തിൽ ഭൂരിപക്ഷവും ഷിർക്കിന്റെ ആളുകളായിരുന്നു. ഇവിടെയും അങ്ങനെ തന്നെയാണ്. ന്യൂനപക്ഷമാണ് തൗഹീദിന്റെ ആളുകൾ. അന്ന് ന്യൂനപക്ഷമായിരുന്നു തൗഹീദിന്റെ ആളുകൾ. അന്ന് പശുവായിരുന്നു അവരുടെ ദൈവം. ഇന്നും പശു തന്നെയാണ് ഇവിടുത്തെ ദൈവവും. ഇന്നും സ്റ്റേറ്റ് ഭൂരിപക്ഷത്തിന്റെ കൂടെയാണ്. അന്നും ഫിറൗന്റെ സ്റ്റേറ്റ് ഭൂരിപക്ഷത്തിന്റെ കൂടെയായിരുന്നു, ന്യൂനപക്ഷത്തിനെതിരായിരുന്നു. അന്ന് ഭൂരിപക്ഷം പറഞ്ഞിരുന്നത് ഞങ്ങൾ ഈ നാട്ടുകാർ, നിങ്ങൾ വിദേശികൾ, നിങ്ങൾ കനാനിൽ നിന്ന് വന്നവർ വരത്തന്മാർ. ഇന്ന് ഇവിടെയും പറയുന്നത് ഞങ്ങൾ ഈ നാടിന്റെ യഥാർത്ഥ പൗരന്മാർ, നിങ്ങൾ വരത്തന്മാർ, നിങ്ങൾക്ക് പൗരത്വമില്ല, നിങ്ങൾക്ക് വോട്ടവകാശമില്ല, നിങ്ങൾ ഇവിടുന്ന് പോകേണ്ടവരാണ്. ഇപ്പൊ 2 സ്ഥലത്തും അന്നത്തെ ഈജിപ്തിന്റെ ഇസ്രായേലി ചരിത്രവും ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യവും ഒരുപോലെയാണ്. അവിടെയും ഒരു ഫറോവയുണ്ട്, ഇവിടെയും ഒരു ഫറോവയുണ്ട്. ഫറോവ മാത്രമല്ല, ഫിറൗനൊരു മന്ത്രി ഉണ്ടായിരുന്നു, അവന്റെ പേര് ഹാമാൻ എന്നായിരുന്നു. ഫിറൗനൊരു കോർപ്പറേറ്റ് മുതലാളി ഉണ്ടായിരുന്നു, അവന്റെ പേര് കാറൂൻ എന്നായിരുന്നു. ആ മുക്കൂട്ട് മുന്നണിയാണ് അന്ന് ഭരിച്ചതെങ്കിൽ ഇന്നും ഒരു മുക്കൂട്ട് മുന്നണിയാണ്. ഒരു ഫിറൗനുണ്ട്, ഒരു ഹാമാനുണ്ട്, ഒരു കാറൂൻ എന്ന് പറയുന്ന കോർപ്പറേറ്റ് മുതലാളിയുണ്ട്. രാജ്യത്തെ അവർ നിയന്ത്രിക്കുകയാണ്. അതുകൊണ്ട് അന്ന് എന്തായിരുന്നോ പടച്ചോൻ അവിടെ പരിഹാരം പറഞ്ഞു കൊടുത്തത്, അതേ പരിഹാരമാണ് ഇവിടെയും ഉള്ളൂ. അതിലപ്പുറം ഒരു പരിഹാരവും ഇല്ല. ഒരു വിമോചകൻ ആവശ്യമുണ്ട്. വിമോചകനായി മൂസ വന്നു. ഒരു വിമോചകനുള്ളിലൂടെ വിമോചനം സാധ്യമാകാവുന്നതേയുള്ളൂ. എവിടെയെല്ലാം ഇന്ന് ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ടോ ആ പീഡിപ്പിക്കപ്പെടുന്നിടത്തെല്ലാം ചരിത്രം ആവർത്തിച്ചാൽ മതി. അതുകൊണ്ടാണ് മുഹറം 10 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വെച്ച് തന്നെ മുഹറം 10 നോമ്പനുഷ്ഠിക്കലുണ്ട്. മദീനയിലെത്തിയ പ്രവാചകൻ നോമ്പനുഷ്ഠിച്ചു. റമദാൻ നോമ്പ് നിർബന്ധമാക്കപ്പെടുന്നവരെ മുഹറം 10 നോമ്പ് നിർബന്ധമായിരുന്നു. മദീനയിലെത്തിയ സഹാബത്തിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹറം 10 നോമ്പനുഷ്ഠിക്കാൻ വേണ്ടി പറഞ്ഞു. സഹാബത്ത് പറഞ്ഞു, ജൂതന്മാരും ഈ മുഹറം 10 നോമ്പനുഷ്ഠിക്കുന്നുണ്ട്. നബി അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ നോമ്പനുഷ്ഠിക്കുന്നത്? അവർ പറഞ്ഞു, മൂസാ നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു രക്ഷപ്പെടുത്തിയ ദിവസമാണെന്ന്. BC 1447 മുഹറം 10 ഫിറൗൻ ചെങ്കടലിൽ ചത്തത്. ആ ചത്ത ശരീരം 3 ദിവസം കഴിഞ്ഞ് പൊങ്ങി. അതിനുശേഷം 20-ാം നൂറ്റാണ്ടിൽ അത് പൊക്കിയെടുത്തു. കടലിൽ നിന്ന് പൊക്കിയെടുത്ത് ഫ്രഞ്ചുകാർ കൊണ്ടുപോയി 1978 ഫ്രഞ്ചിൽ നിന്നും അത് ഈജിപ്തിലേക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ അത് ഈജിപ്തിലാണുള്ളത്. ഈജിപ്തിന്റെ 2 പ്രധാന വരുമാന മാർഗങ്ങളുണ്ട്. ഒന്ന് സൂയസ് കനാലാണ്. സൂയസ് കനാലിൽ നിന്നും ഈജിപ്തിന് ഒരു ദിവസം കിട്ടുന്നത് 2000 കോടി രൂപയാണ്. 60-70 കപ്പലാണ് സൂയസ് കനാലിലൂടെ ഒരു ദിവസം കടന്നു പോകുന്നത്. 2000 കോടി രൂപ ഈജിപ്തിന് കിട്ടുന്നുണ്ട്. രണ്ടാമത്തെ ഈജിപ്ത് ഗവൺമെന്റിന്റെ വരുമാനം ഫിറൗനിന്റെ മമ്മി കണ്ടിട്ട് കിട്ടുന്ന വരുമാനമാണ്. ഫിറൗനിന്റെ മമ്മി കാണാൻ 200 പൗണ്ട് കൊടുക്കണം, ഈജിപ്ഷ്യൻ പൗണ്ട് കൊടുക്കണം. 200 ഈജിപ്ഷ്യൻ പൗണ്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം 1500 രൂപയാണ്. 10,000 കണക്കിന് മനുഷ്യന്മാരാണ് ആ മനുഷ്യന്റെ ജഡം, ആ മമ്മി കാണാൻ വേണ്ടി ക്യൂ നിൽക്കുന്നത്. ഈജിപ്ത് ഗവൺമെന്റിന്റെ രണ്ടാമത്തെ വരുമാനമാണ് ആ ഫിറൗൻ എന്ന് പറയുന്നത്. അള്ളാഹു പറഞ്ഞു, ഫിറൗൻ, നിന്റെ ശരീരം ഞാൻ രക്ഷപ്പെടുത്തി വെക്കും, നിന്നെ വെറുതെ വിടൂല, ചത്താൽ പോലും നിന്നെ വെറുതെ വിടില്ല, നിന്റെ ബോഡി ഞാൻ സൂക്ഷിച്ചു വെക്കും. നിന്നെ പോലെ അഹങ്കാരികളായ ഭരണകർത്താക്കൾ പിന്നീട് ഉണ്ടാകും. അവർക്കൊന്ന് കാണാൻ വേണ്ടിയാ. ഈജിപ്ത് വരെ പോയാൽ കാണാവുന്നതേ ഉള്ളൂ അഹങ്കരിച്ചവരുടെ ചരിത്രം എന്തായിരുന്നു എന്ന്.
ഇന്നത്തെ അമേരിക്കൻ സാമ്രാജ്യത്തെ വെല്ലുന്ന രാജ്യമായിരുന്നു ഈജിപ്റ്റ്. ഈജിപ്റ്റായിരുന്നു അമേരിക്കയെ പോലെ വളരേണ്ടിയിരുന്നത്. പിൽക്കാല ഭരണകർത്താക്കളുടെ ചെയ്തി കൊണ്ടാണ് ഈജിപ്റ്റ് അടിയിലേക്ക് പോയത്. ആ ഈജിപ്റ്റ് ഭരിച്ച ഏകാധിപതിയായ ഫിറഔനിനെ അള്ളാഹു അവിടെ സൂക്ഷിച്ചിരിക്കുന്നത് 200 പൗണ്ട് മുടക്കിയാൽ നമുക്കും കാണാൻ കഴിയുന്നത് ഭരണാധികാരികൾ അവനെ കണ്ടുപഠിക്കണം. ധിക്കാരത്തിനൊരു അതിരുണ്ടാകണം. ചരിത്രത്തിൽ എക്കാലത്തും ധിക്കാരികൾ ഉണ്ടായിട്ടുണ്ട്. മൂസ നബിക്കെതിരെ ഫിറഔൻ, ഇബ്രാഹിം നബിക്കെതിരെ നമ്രൂദ്, മുഹമ്മദ് നബിക്കെതിരെ അബൂജഹല്. പക്ഷേ സത്യമേ ജയിച്ചിട്ടുള്ളൂ. സത്യമേ ആത്യന്തികമായി ജയിച്ചിട്ടുള്ളൂ. അസത്യത്തിന് താൽക്കാലിക വിജയം മാത്രമേ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് പരിശുദ്ധമായ മുഹറം മാസം അതിന്റെ 9-10 ദിവസങ്ങൾ വരുന്ന ഞായർ തിങ്കൾ ദിവസങ്ങളിലായി നമ്മളിലേക്ക് സമാഗതമാവുകയാണ്. എല്ലാവരും നോമ്പനുഷ്ഠിക്കണം. ഒരു വർഷത്തെ പാപം പൊറുപ്പിക്കുന്ന നോമ്പാണ് മുഹറം 10 നോമ്പെന്ന് പറയുന്നത്. 9 നോമ്പ് എന്ന് പറയുന്നത് ജൂതന്മാരോട് എതിരാകാൻ വേണ്ടിയാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിടിക്കാൻ വേണ്ടി പറഞ്ഞത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, യൗമുൻ മിൻ അയ്യാമില്ല, അള്ളാഹു ഇടപെടൽ നടത്തിയ ദിവസങ്ങളിൽപ്പെട്ടൊരു ദിവസമാണ് മുഹറം 10. ഫിറൗനിനെ അള്ളാഹു മുക്കിക്കൊന്ന ദിവസമാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഇടപെടൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ മുഹറം 10 നോമനുഷ്ഠിച്ചുകൊണ്ട് അള്ളാഹുവിനോട് സഹായം ആവശ്യപ്പെടുക. പടച്ച തമ്പുരാൻ ഇടപെടുക തന്നെ ചെയ്യും. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. വാഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.